ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് പത്മകുമാറിന് ഇക്കാര്യത്തിൽ വന്നിട്ടുള്ള വീഴ്ച അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത തെറ്റ്, അതിന്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ജനങ്ങളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പാർട്ടിയുടെ തീരുമാനം അദ്ദേഹത്തെ തൽക്കാലം സംഘടനാ നടപടികളൊന്നും എടുക്കാതെ രക്ഷപ്പെടുത്താനാണ്. അടുത്ത 25-ാം തീയതി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റും ചേരുന്നുണ്ട്. അവിടെ ഇത് സംബന്ധിച്ച ചർച്ച നടക്കും. പറഞ്ഞല്ലോ, ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ ഇതെങ്ങനെയായിരിക്കും വോട്ടർമാരെ സ്വാധീനിക്കുക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ സ്വാധീനിക്കാം, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ചർച്ചകൾ ഉണ്ടാവും. പിന്നെ പ്രചാരണത്തിന് ഉപയോഗിക്കേണ്ട ക്യാപ്സ്യൂളുകൾ അതൊക്കെ തയ്യാറാക്കി നൽകും. ഇപ്പോൾ പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം സംഘടനാ നടപടികൾ വേണ്ട എന്നുള്ളത് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ തീർച്ചയായും പിണറായി വിജയന്റെ അറിവോടെ അദ്ദേഹത്തിന്റെ അംഗീകാരത്തോടെ ആയിരിക്കുമല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തീരുമാനം 25-ാം തീയതിയിലെ നേതൃസമ്മേളനത്തിൽ ഉണ്ടാകും എന്ന് കരുതാൻ വയ്യ. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. പ്രതിപക്ഷവും അവരുടെ മൂടുതാങ്ങികളായ കുറെ മാധ്യമങ്ങളും ചേർന്ന് ഇല്ലാത്ത പുകയിലും പുക്കാറും ഒക്കെ ഇതിന്റെ പേരിൽ ഉണ്ടാക്കി. വലിയ ഒച്ചപ്പാടുണ്ടായി, ധാരാളം അന്തിച്ചർച്ചകൾ നടന്നു. പക്ഷെ അത് അങ്ങനെ അങ്ങോട്ട് കടന്നുപോയി. അതിനെ വേണമെങ്കിൽ പാർട്ടി നേരിട്ടു എന്ന് പറയാം. ഇനി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് മാറ്റി നിർത്തിയാലോ, സസ്പെൻഷനോ പുറത്താക്കലോ ഏതെങ്കിലും നടപടി വന്നാലോ? അങ്ങനെ വന്നാൽ അത് പണ്ടോറയുടെ പെട്ടി തുറക്കുന്നത് പോലുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുമെന്നാണ് പാർട്ടിയുടെ നേതാക്കന്മാര് അല്ലെങ്കിൽ ബുദ്ധിജീവികള് കരുതുന്നത്.